നമസ്കാരം. പ്രധാന വാർത്തകൾ. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതിപക്ഷ നേതാവായ വി.എസ്. അച്യുതാനന്ദന്റെ നിലപാടിനോട് സി.പി.എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന് എന്താണ് പറയാനുള്ളതെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. അക്രമികളെയും സാമൂഹ്യവിരുദ്ധരെയും ഗുണ്ടാമാഫിയകളെയും അമർച്ച ചെയ്യാൻ ആഭ്യന്തര വകുപ്പിന്റെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ സുരക്ഷാ പദ്ധതിക്ക് തുടക്കമായി. ഓപ്പറേഷൻ കുബേരയുടെ വിജയമാണ് ഈ പദ്ധതിയിലേക്ക് നയിച്ചതെന്ന് ആഭ്യന്തരമന്ത്രി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ദേശീയ ട്രേഡ് യൂണിയനുകളുടെ സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി റാന്നി പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടന്നു. BMS ജില്ലാ പ്രസിഡന്റ് S. സതീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. റാന്നി കരികുളം പ്രദേശത്ത് കുടിവെള്ളക്ഷാമം അതിരൂക്ഷം. പ്രദേശവാസികൾ നെട്ടോട്ടത്തിൽ. വാർത്തകൾ വിശദമായി. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതിപക്ഷ നേതാവായ വി.എസ്. അച്യുതാനന്ദന്റെ നിലപാടിനോട് സി.പി.എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന് എന്താണ് പറയാനുള്ളതെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ചോദിച്ചു. വി.എസ്. ഇപ്പോഴും അവരുടെ പാർട്ടി നേതാവാണല്ലോ. ഇക്കാര്യത്തിൽ വി.എസ്. പറഞ്ഞതിന്റെ അത്രയും കാര്യങ്ങൾ താൻ പറഞ്ഞിട്ടില്ല, അതിനപ്പുറം പറയാനില്ല. ടി.പി. വധക്കേസിലെ തുടരന്വേഷണത്തിന്റെ പേരിൽ മുഖ്യമന്ത്രി സി.പി.എം നേതാക്കളെ വേട്ടയാടാനാണ് ഒരുങ്ങുന്നതെന്ന കോടിയേരിയുടെ പ്രസ്താവന ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് മുഖ്യമന്ത്രി ഇങ്ങനെ ചോദിച്ചത്. അക്രമികളെയും സാമൂഹ്യവിരുദ്ധരെയും ഗുണ്ടാ മാഫിയകളെയും അമർച്ച ചെയ്യുവാൻ ആഭ്യന്തര വകുപ്പിന്റെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ സുരക്ഷാ പദ്ധതിക്ക് തുടക്കമായി. വിവിധ ജില്ലകളിലായി 1769 പേരാണ് ഒറ്റ രാത്രി കൊണ്ട് അറസ്റ്റിലായതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. ADGP അരുൺകുമാർ സിൻഹയുടെ നേതൃത്വത്തിലാണ് ഓപ്പറേഷൻ സുരക്ഷ നടപ്പാക്കുന്നത്. പൊതുജനങ്ങൾക്ക് 1090 എന്ന നമ്പറിൽ കുറ്റകൃത്യ വിവരം പോലീസിനെ അറിയിക്കാം. വിളിക്കുന്നയാളുടെ വിവരം നൽകണമെന്നില്ല. കൊള്ളപ്പലിശക്കാരെ പിടിക്കുവാൻ നടപ്പാക്കിയ ഓപ്പറേഷൻ കുബേരയുടെ വിജയവും ജനങ്ങളിൽ നിന്ന് ലഭിച്ച സ്വീകാര്യതയുമാണ് പുതിയ നീക്കത്തിന് പ്രചോദനമായതെന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞു. അറ്റൻഡർ തസ്തികയിലേക്കുള്ള PSC സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് സാധ്യതാ പട്ടിക പ്രസിദ്ധപ്പെടുത്തി. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൽ ലിസ്റ്റ് പരിശോധിക്കാവുന്നതാണ്. കേരള മദ്യവർജന ബോധവൽക്കരണ സമിതി അടിയന്തര സംസ്ഥാന കമ്മിറ്റി യോഗം 28-ന് 11 മണി മുതൽ കോട്ടയത്ത് ഊട്ടി ലോഡ്ജിൽ നടക്കും. ഇനിയൊരു ഇടവേള. പെർഫെക്റ്റ് ഡയഗ്നോസ്റ്റിക് സെന്റർ on Main Road, Perumpara, Rani. Branch at Central Junction, Vadsheri-Kara. Quality control by CMC Vellore. Clinical Biochemistry Lab and Clinical Pathology Lab with most modern sophisticated equipments for fast, accurate and reliable results. The executive test package just for rupees 950. Lipid profile and blood sugar just for rupees 300. Perfect lab. Accurate, affordable, fast and impressive services. We trust in Perfect Diagnostic Center. വാർത്തകൾ തുടരുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ദേശീയ ട്രേഡ് യൂണിയനുകളുടെ സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി റാന്നി പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടന്നു. BMS ജില്ലാ പ്രസിഡന്റ് G. സതീഷ് കുമാർ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ദേശീയ ട്രേഡ് യൂണിയനുകളുടെ സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി റാന്നി പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. കേന്ദ്ര സർക്കാർ നവ ഉദാരവൽക്കരണ നയങ്ങൾ അതിവേഗം നടപ്പിലാക്കുന്നതിനെതിരെയും കൽക്കരി മേഖല സ്വകാര്യവൽക്കരിക്കുന്നതിനെതിരെയും ഇൻഷുറൻസ് മേഖലയിലെ സ്വകാര്യ കമ്പനികളിൽ വിദേശ പങ്കാളിത്തം 49% ഉയർത്തുന്നതിനെതിരെയും വൻകിട കോർപ്പറേറ്റുകൾക്ക് വൻതോതിൽ ഭൂമി ഏറ്റെടുക്കൽ നിയമം ഓർഡിനൻസിലൂടെ പ്രാബല്യത്തിൽ വരുത്തി പൊതുമേഖലാ ഓഹരി വിൽപ്പനയ്ക്ക് വേഗം കൂട്ടുകയാണെന്ന് ആരോപിച്ചും നിയമങ്ങൾ തൊഴിലുടമകൾക്ക് അനുകൂലമായി ഭേദഗതി ചെയ്യുന്നതിനെതിരെയുമായിരുന്നു സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ സമരസമിതിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടന്നത്. റാന്നി ഇട്ടിയപ്പാറയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനത്തിന് CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി S. ഹരിദാസ്, റാന്നി ഏരിയ കമ്മിറ്റി സെക്രട്ടറി PR പ്രസാദ്, CITU ഏരിയ കമ്മിറ്റി സെക്രട്ടറി KR സുരേന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി.
തുടർന്ന് റാന്നി പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ നടന്ന ധർണ BMS ജില്ലാ പ്രസിഡന്റ് G. സതീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. 2010 സെപ്റ്റംബർ മാസം 7-ാം തീയതി രാജ്യവ്യാപകമായ ഒരു ദേശീയ പണിമുടക്ക് നടത്തിക്കൊണ്ടാണ് ഈ പ്രക്ഷോഭ പരിപാടികൾക്ക് രൂപം കൊടുത്തത്. 2009 ദേശീയ പണിമുടക്ക് നടത്തി. അതിനുശേഷം 2011 ഫെബ്രുവരി മാസം 23-ാം തീയതി ലക്ഷക്കണക്കിന് തൊഴിലാളികളെ ഇന്ത്യൻ പാർലമെന്റിന്റെ മുമ്പിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചുകൊണ്ട് സമര പരിപാടി നടത്തുകയുണ്ടായി. ഈ പരിപാടിയും നടന്നു കഴിഞ്ഞു. അന്ന് കേന്ദ്രം ഭരിച്ച UPA സർക്കാർ എന്നാൽ 2013 ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രക്ഷോഭ പരിപാടിയായിട്ടുള്ള 48 മണിക്കൂർ പണിമുടക്ക് നടത്തിക്കൊണ്ട് ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് നേടിയെടുക്കുവാനായിട്ട് ഈ രാജ്യത്തെ തൊഴിലാളി വർഗങ്ങൾ ഒന്നിച്ചണിനിരന്നു. UPA സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ മോഡിയും പിന്തുടരുകയാണെന്ന് സതീഷ് കുമാർ പറഞ്ഞു. CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി S. ഹരിദാസ് അധ്യക്ഷനായിരുന്നു. ഇന്ന് കേന്ദ്ര സർക്കാർ നമ്മുടെ രാജ്യത്ത് വിദേശത്തു നിന്നും ധാരാളം ഒഴുകി വരുന്നതിനും ഇന്ത്യൻ മുതലാളിത്തത്തെയും സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. പരിഗണന പോലും നിഷേധിച്ചുകൊണ്ട് തികച്ചും മുതലാളിത്ത പക്ഷപാതപരമായ സമീപനമാണ് ഈ രാജ്യത്ത് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ അനുവദിക്കപ്പെട്ട തൊഴിലാളികൾക്ക് നൽകി വന്നിരുന്ന അവകാശങ്ങളും സംരക്ഷണങ്ങളും ഇന്നത്തെ ഗവൺമെന്റ് എടുത്തു കളഞ്ഞിരിക്കുകയാണ്. CITU സംസ്ഥാന സമിതി അംഗം P. K. സോമരാജൻ, CITU റാന്നി താലൂക്ക് കമ്മിറ്റി സെക്രട്ടറി PR പ്രസാദ്, BMS ജില്ലാ സെക്രട്ടറി S. ശശി, INTUC നേതാക്കളായ MS രാജൻ, AG ആനന്ദംപിള്ള, BK അനിൽകുമാർ, ATUC തുടങ്ങിയവർ പ്രസംഗിച്ചു. സിറ്റി ന്യൂസ് റാന്നി. റാന്നി താലൂക്ക് ലീഗൽ സർവീസസ് സൊസൈറ്റിയുടെയും JCI റാന്നി ഹിൽവാലിയുടെയും കേരള എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ റാന്നി MS ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ ക്ലാസും നിയമബോധവൽക്കരണ സെമിനാറും നടത്തി. റാന്നി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ഡോണി തോമസ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു. റാന്നി താലൂക്ക് ലീഗൽ സർവീസ് സൊസൈറ്റിയുടെയും JCI റാന്നി ഹിൽവാലിയുടെയും കേരള എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കുട്ടികളുടെ അവകാശ സംരക്ഷണവും ലഹരിവിരുദ്ധ ബോധവൽക്കരണവും എന്ന വിഷയത്തിൽ റാന്നി MS ഹയർ സെക്കൻഡറി സ്കൂളിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. റാന്നി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ഡോണി തോമസ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഏതാണ്ട് 5-6 മാസം മുമ്പ് വയലത്തല എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു സ്കൂൾ കുട്ടിയെ കാണാതായ ഒരു സംഭവം. ആ സ്കൂൾ കുട്ടിയെ കാണാതായതിനെ തുടർന്ന് 2-3 ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ അടുക്കൽ ഹാജരായി. വിശദമായ ചോദ്യം ചെയ്യലിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു ലഹരി റാക്കറ്റിന്റെ പിന്നിലായിരുന്നു ഈ 9ാം ക്ലാസ് വിദ്യാർത്ഥി എന്നറിയുന്നത് ഏറെ ഞെട്ടനുഭവമാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് നിങ്ങളോട് ഈ ക്ലാസ് എടുക്കേണ്ട ഒരു ആവശ്യകത. നമ്മുടെ ഇടയിൽ ലഹരി ഉപഭോഗം നിങ്ങളുടെ സഹപാഠികളുടെ ഇടയിലുണ്ടോ? ആരെങ്കിലും ലഹരി റാക്കറ്റിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ഈ സ്കൂളിലെ ഓരോ വിദ്യാർത്ഥിയും JCI റാന്നി ഹിൽവാലി പ്രസിഡന്റ് JC ബോബി എബ്രഹാം അധ്യക്ഷനായിരുന്നു. അടൂർ അസിസ്റ്റന്റ് എക്സൈസ് ഓഫീസർ ഷാജിമോൻ B ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ചില കുട്ടികള് ഈ വ്യത്യസ്ത രീതിയിലുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ രാവിലെ ഓരോ ആൾക്കാരും കഴിച്ചിട്ട് വരുമ്പോൾ അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് കുടിക്കുവാനായി നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് തരുന്ന പാനീയം അത് ഏകദേശം വലിയ വ്യത്യാസം കാണുകയില്ല. കാരണം ഒന്നി ചായ അല്ലെങ്കിൽ കാപ്പി, ഇത് ഏത് തന്നെ ആയാലും എല്ലാ ദിവസവും നമുക്ക് ലഭ്യമാവുകയാണ് എങ്കിൽ നമുക്ക് യാതൊരു തരത്തിലും നിങ്ങളുടെ അച്ഛനോടോ അമ്മയോടോ അല്ലെ വീട്ടിൽ യാതൊരുവിധ പരാതിയും നിങ്ങൾ പറയുകയില്ല. പക്ഷേ ഇന്ന് തന്നെ നിങ്ങൾക്ക് ദോശ ആർക്കെങ്കിലും ഉണ്ടാക്കി തരികയാണ്, അടുത്ത ദിവസം നിങ്ങൾക്ക് ദോശ ഉണ്ടാക്കി തരികയാണ് എങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്വരം എന്തായിരിക്കും? ചെറുതായിട്ടൊന്ന് അത് പ്രതിഷേധത്തിലേക്ക് ആകും. 3ാമത്തെ ദിവസവും ഒരാൾക്ക് കഴിക്കുവാനായിട്ട് ദോശ തന്നെ ഉണ്ടാക്കി തരികയാണ് എങ്കിൽ നിങ്ങൾ പറയും, അമ്മേ അല്ലെങ്കിൽ അച്ഛ, ഈ ഒരു പരിപാടി ശരിയാവുകയില്ല. ലഹരിവിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായുള്ള വിദ്യാർത്ഥികളുടെ സംശയങ്ങൾക്ക് റാന്നി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ഡോണി തോമസ് വർഗീസ്, അടൂർ അസിസ്റ്റന്റ് എക്സൈസ് ഓഫീസർ ഷാജിമോൻ B തുടങ്ങിയവർ മറുപടി നൽകി. JCI റാന്നി ഹിൽവാലി IPPയും പഴവങ്ങാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ അജു വളഞ്ഞന്തുരുത്തിൽ, MS ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ പ്രൊഫസർ രാജു കുരുവിള, സ്കൂൾ പ്രിൻസിപ്പൽ മനോജ് MJ, സ്കൂൾ ഹെഡ് മിസ്ട്രസ് ടീന എബ്രഹാം,
റാന്നി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പി സുഭാഷ് കുമാർ, പ്രോഗ്രാം കൺവീനർ ജെ.സി. എഞ്ചിനീയർ എബി ഫിലിപ്പ്, കോർഡിനേറ്റർ ജെ.സി. അഡ്വക്കേറ്റ് ലിറ്റി തോമസ്, ട്രഷറർ ജെ.സി. സോണി സക്രിയ തുടങ്ങിയവർ പ്രസംഗിച്ചു. പത്രമാധ്യമങ്ങളിൽ കൂടി ദൃശ്യമാധ്യമങ്ങളിൽ കൂടി നമ്മൾ നിരന്തരം കാണുന്നതാണ് ഇത് വിദ്യാർത്ഥികൾ ഉപയോഗിച്ചുകൊണ്ട് പല റാക്കറ്റുകളും ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിലസുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കുട്ടികളെ നേരായ മാർഗത്തിലേക്ക് നയിക്കുവാനായിട്ട് ഇതുപോലെയുള്ള ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നത് കൊണ്ട് നമ്മുടെ വിദ്യാലയങ്ങളെല്ലാം ക്രമാതീതമായിട്ട് വളർന്നു വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. നമ്മുടെ ഒന്നെല്ലാം ആഗോള അടിസ്ഥാനത്തിലാണ് അത് ഒരു വലിയ വിപത്തായിട്ട് മാറിയിരിക്കുകയാണ്, പ്രത്യേകിച്ച് വിദ്യാലയങ്ങളില്ല. കാരണം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും പെട്ടെന്ന് തന്നെ അവരെ ആകർഷിക്കുവാൻ കഴിയുന്നതാണ് ഈ സാമൂഹ്യ വിരുദ്ധർക്കെ സംബന്ധിച്ചുള്ളത്. കാരണം ഈ അപകർഷബോധം അല്ലെങ്കിൽ കുറ്റബോധം അല്ലെങ്കിൽ അവരുടെ വീടുകളിലുള്ള സമാധാനക്കുറവ്, ഇത് അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കന്മാരുടെ സ്നേഹ ലാളനങ്ങൾ അവർക്ക് ലഭിക്കാത്ത സാഹചര്യങ്ങൾ, ലഹരിയുടെ വിപണനം വളരെ 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 ശക്തമായിട്ട് ഇന്ന് നമ്മുടെ ചുറ്റുപാടും നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെയുള്ള ആ ഒരു നല്ല അവബോധം നമ്മൾ കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഇങ്ങനെയുള്ളവരുടെ ആ ഒരു പ്രവർത്തനത്തെ ഒരുവിധം തടയിടാനായിട്ട് കുട്ടികളായ നിങ്ങളെ കൊണ്ട് പോലും സാധിക്കും. ഈ ക്ലാസ്സുകൾ നമുക്ക് ഏകദേശം ഒരു ജാനുവരി മാസത്തിൽ കിട്ടുകയായിരുന്നെങ്കിൽ വളരെ പ്രയോജനമായിരുന്നു. കാരണം UP സെക്ഷൻ, ഹൈസ്കൂൾ സെക്ഷൻ, ഹയർ സെക്കൻഡറി വിഭാഗം എല്ലാ സെക്ഷനിലും ഇത്തരം ക്ലാസ്സുകൾ എല്ലാ കുട്ടികൾക്കും വളരെ അത്യാവശ്യമാണ്. ഇന്നിപ്പം IT എക്സാം നടക്കുന്നതിൻ്റെ പേരിലാണ് നമുക്ക് ഈ ചെറിയ ഹോൾ തിരഞ്ഞെടുക്കേണ്ടി വന്നത്. സിറ്റി ന്യൂസ്, റാന്നി. റാന്നി വൈക്കം പാലച്ചുവട് ഗവൺമെന്റ് MS LP സ്കൂളിന്റെ പുതിയതായി നിർമ്മിച്ച ഓഫീസ് കെട്ടിട ഉദ്ഘാടനം 28-ന് 2 മണിക്ക് MLA രാജു ബ്രഹാം നിർവഹിക്കും. റാന്നി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രദീപ് കുമാർ കിഴക്കേവിളിയിൽ അധ്യക്ഷത വഹിക്കും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ അലക്സ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. S. ഹരിദാസ് സുവനീർ പ്രകാശനം നിർവഹിക്കും. MR സഹൃദയൻ തമ്പി അനുഗ്രഹ പ്രഭാഷണവും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബെന്നി പുത്തൻപറമ്പിൽ മുഖ്യപ്രഭാഷണവും നടത്തും. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. For excellence in education, Cornerstone International School, where stones become gems. Highly qualified teachers. World standard classrooms, thoroughly hygienic washroom facilities, special training for phonics-based reading, latest version of smart class system, indoor and outdoor child-friendly play materials, bus facilities supervised by assistants and teachers, regular interaction with parents, eco-friendly passages with ample space for the children to move around. For excellence in education. Raise your child to international level by placing them in good hands at Cornerstone International. Admission started for 2015-16. Cornerstone International School, Udimuda, റാന്നി. വാർത്തകൾ തുടരുന്നു. റാന്നി കരികുളം വേമ്പാറ നിവാസികൾ കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുകയാണ്. കരികുളം പദ്ധതിയിൽ ജലലഭ്യത ഇല്ലാത്തതിനാൽ പമ്പിംഗ് മുടങ്ങിയിരിക്കുന്നു. കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരം കാണാത്ത പക്ഷം പ്രത്യക്ഷ സമരപരിപാടികൾക്ക് ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ. റാന്നി മേജർ ജലപദ്ധതിയുടെ കീഴിൽ വരുന്ന കരികുളം പദ്ധതിയിൽ ജലക്ഷാമം കാരണം കരികുളം, വേമ്പാറ, മുണ്ടിയാന്തറ, അഞ്ചൂഴി തുടങ്ങിയ പ്രദേശങ്ങൾ കടുത്ത കുടിവെള്ളക്ഷാമം അനുഭവിക്കുമ്പോഴും ബന്ധപ്പെട്ടവർ ഇതൊന്നും കണ്ടില്ലെന്ന ഭാവമാണ്. മുണ്ടിയാന്തറ കുളത്തിൽ നിന്നും വെള്ളം പമ്പ് ചെയ്ത് കരികുളം, അഞ്ചുകുഴി എന്നിവിടങ്ങളിലെ സംഭരണികളിലെത്തിച്ച് വിതരണം ചെയ്യുന്നതാണ് കരികുളം പദ്ധതി. വർഷങ്ങളുടെ പഴക്കമുണ്ട് ഈ പദ്ധതിക്ക്. പക്ഷേ ഈ പദ്ധതിയിൽ വെള്ളം കിട്ടുന്നില്ല എന്നതാണ് അവസ്ഥ. കരികുളം ഗവൺമെന്റ് LP സ്കൂളിന്റെ സമീപത്താണ് പമ്പിംഗ് സ്റ്റേഷൻ. വയലിൽ വലിയൊരു കുളം കുത്തിയാണ് ജലലഭ്യത ഉറപ്പുവരുത്തിയത്. എന്നാൽ ഈ കുളത്തിൽ ഇപ്പോൾ പമ്പിങ്ങിന് ആവശ്യമായ ജലം ലഭിക്കുന്നില്ല. അതിനാൽ 2-3 ദിവസങ്ങൾ കൂടുമ്പോഴാണ് പമ്പിംഗ് നടക്കുന്നത്. അതും കഷ്ടിച്ച് അരമണിക്കൂർ നേരത്തേക്ക് മാത്രം. നേരത്തെ ഐത്തല പദ്ധതിയിൽ കോളേജ് തടം സംഭരണിയിൽ നിന്നും വെള്ളം വരവ് കാലത്ത് എത്തിയിരുന്നു. ഇതുമൂലം കരികുളം ജലപദ്ധതിയുടെ പ്രവർത്തനം താറുമാറാകാതെ നോക്കുവാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ ഐത്തല പദ്ധതിയിൽ പമ്പയാറ്റിൽ വെള്ളമില്ലാത്തതും മുണ്ടിയാന്തര ഭാഗത്ത് ഗാർഹിക ഉപഭോക്താക്കൾക്ക് കണക്ഷനും നൽകിയിട്ടുണ്ട്. ഇതുമൂലം കൂടിയാണ് ഐത്തല പദ്ധതിയിൽ നിന്നും മുണ്ടിയാന്തരയിലെ കിണറ്റിൽ വെള്ളം എത്താത്തത്. കരികുളത്തിന്റെ ഏറ്റവും ഉയർന്ന പ്രദേശമാണ് വേമ്പാറത്തോടം. ഇവിടെ വേനൽക്കാലത്തും വർഷകാലത്തും ഒരുപോലെ ശുദ്ധജലക്ഷാമം അനുഭവപ്പെടുന്ന ഒരു പ്രദേശം കൂടിയാണ്. ചുറ്റും പാറകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്.
പാറപ്പുറത്താണ് ഇവിടുത്തെ ആൾക്കാർ വീടുകൾ കെട്ടി താമസിക്കുന്നത്. ഏതാണ്ട് 80-ലധികം കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട്. ഈ പ്രദേശത്തിന്റെ പ്രത്യേകതകൾ കണ്ട് വീടുകളിലെങ്ങും കിണർ കുത്താൻ കഴിയാത്ത അവസ്ഥയാണ്. പൊതു ടാപ്പുകളുമില്ല. ഉണ്ടായിരുന്ന പൈപ്പ് ലൈനുകൾ അഴിച്ചുമാറ്റി കരയ്ക്ക് വെച്ചിരിക്കുകയുമാണ്. ഒരുപക്ഷെ റാന്നി മേഖലയിൽ ഏറ്റവും അധികം കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന ഒരു പ്രദേശം ഇതുതന്നെയായിരിക്കും. മറ്റു സ്ഥലങ്ങളിൽ ടാങ്കറുകളിൽ കുടിവെള്ളം എത്തിക്കുവാനുള്ള സംവിധാനമുണ്ടെങ്കിലും ഇവിടെയാവട്ടെ അതുമില്ല. പഴവങ്ങാടി പഞ്ചായത്തിൽ ഇക്കാര്യം പലവരും പറഞ്ഞിട്ടും തങ്ങൾക്ക് അനുകൂലമായ നിലപാടെടുക്കുവാൻ വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ള പഞ്ചായത്ത് അധികൃതർ തയ്യാറായിട്ടില്ലെന്ന് പ്രദേശവാസികൾ പരാതിപ്പെടുന്നു. ഞങ്ങൾക്ക് ഈ പ്രദേശത്ത് വെള്ളം ലഭിക്കുന്ന ഒരു പ്രദേശമേ അല്ല ഇത് ഇത്രയും പാറ ഏക്കർ കണക്കിന് ഇത്രയും കിടക്കുന്നത് പാറ ഏറിയ ഇവിടെ ഒന്നും കിണർ കുത്താൻ ആർക്കും പറ്റത്തില്ല. അതിനുള്ള സാഹചര്യം ഒന്നും ഇവിടെ ഇല്ല. 1.5 കിലോമീറ്റർ അപ്പുറത്താണ് ഒരു കിണറുള്ളത്. ഇപ്പം ആ കിണർ ഞങ്ങൾ ലക്ഷങ്ങൾ രൂപ മുടക്കി ഒരു കിണർ കുഴിച്ചിട്ടുണ്ട്. അതിനകത്ത് ഇപ്പം തൽക്കാലത്തേക്ക് ഞങ്ങൾക്ക് കിട്ടും. എടോപ്പാതി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഞങ്ങൾക്ക് വെള്ളം കിട്ടുന്ന സ്ഥലമല്ല ഇത്. തങ്ങളുടെ കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് സമരരംഗത്തിറങ്ങുകയാണ് പ്രദേശവാസികൾ. ഒന്നടങ്കം രോഷത്തോടെ പ്രതികരിച്ചു. കുടിവെള്ളം ഇറക്കിയെന്നും പറഞ്ഞ് പഞ്ചായത്തിൽ നിന്ന് എഴുതി മേടിക്കുന്ന ലക്ഷങ്ങളുടെ തുകയാണ് മേടിക്കുന്നത്. ഇപ്പോഴും ലക്ഷങ്ങൾ കൊടുക്കാനുണ്ടെന്നും പറഞ്ഞ് പഞ്ചായത്ത് വിഷയം നടന്നുകൊണ്ടിരിക്കുക. പഞ്ചായത്തിലെല്ലാം അറിയാവുന്ന വർഷങ്ങളായിട്ട് ഇവിടുത്തെ പഞ്ചായത്ത് വാർഡ് മെമ്പറായിട്ട് നിൽക്കുന്നത് തോമസ് വിൽപ്പ് എന്ന് പറയുന്ന ആൾക്ക് വളരെ നല്ലപോലെ അറിയാവുന്ന ഒരു കാര്യമായത്. റാന്നിയിൽ അത്തിക്കയത്തൊക്കെ ഞങ്ങൾ കുളിക്കാൻ പോകുന്നത്. ഒരാഴ്ച അലക്കത്തില്ല. അലക്കാതെ തുണിയെല്ലാം കൂട്ടിയിട്ടിട്ട് ഞങ്ങൾ ആറ്റിപ്പോയി. എല്ലാവരും കൂടെ ഓട്ടോ വിളിച്ചാൽ ഇവിടുന്ന് ആറ്റിപ്പോയി തുണി അലക്കി കൊണ്ടുവരുന്നത്. കരികുളം പദ്ധതിയുടെ ടാങ്ക് സ്ഥിതി ചെയ്യുന്നത് വേമ്പാറയ്ക്ക് തൊട്ടടുത്താണ്. ഇതിലിപ്പോൾ ഒരു തുള്ളി വെള്ളമില്ലാത്ത അവസ്ഥയാണ്. റാന്നി മേജർ ജലപദ്ധതിയുടെ ആനപ്പാറമല സംഭരണിയിൽ നിന്ന് ഇട്ടിയപ്പാറ ബൂസ്റ്റിംഗ് സ്റ്റേഷനിൽ വെള്ളമെത്തിച്ച് അവിടെ നിന്നും ആനത്തടം സംഭരണിയിലൂടെ കരികുളം പദ്ധതിക്ക് വെള്ളം എത്തിക്കുവാനുള്ള പദ്ധതിയുടെ ഏതാണ്ട് അവസാനവട്ട ജോലികളിലേക്ക് കടന്നിരിക്കുകയാണ്. റാന്നി വലിയപാലം മുതൽ ഇട്ടിയപ്പാറ വരെയുള്ള ഭാഗങ്ങൾ കൂടി കുഴൽ സ്ഥാപിച്ചാൽ കരികുളം പദ്ധതിയിൽ വെള്ളം എത്തിക്കാനാവും. എന്നാൽ ഈ ജോലി എന്നിനി പുനരാരംഭിക്കുമെന്നോ എന്ന് തീരുമെന്നോ ആർക്കും പ്രവചിക്കാനാവില്ല. കരികുളം, വേമ്പാറ, അമ്മച്ചിക്കാട്, അഞ്ചുകുഴി, മുണ്ടിയാന്തറ തുടങ്ങിയ പ്രദേശങ്ങൾ കടുത്ത വരൾച്ചയുടെ പിടിയിൽ അമർന്നു കഴിഞ്ഞിരിക്കുകയാണ്. കരികുളം പദ്ധതിയുടെ കീഴിൽ വരുന്ന പ്രദേശങ്ങളിൽ ഭൂരിഭാഗം പേരും ജലം വില കൊടുത്ത് വാങ്ങുകയാണ്. ജലസംഭരിക്കുവാൻ വലിയ ടാങ്കുകൾ മുതൽ കന്നാസുകൾ വരെ വിലയ്ക്ക് വാങ്ങി വെച്ചിരിക്കുകയാണ് ഓരോ വീട്ടുകാരും. തെരഞ്ഞെടുപ്പ് കാലത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും തങ്ങളെ ആവശ്യമുണ്ട്. അതുകഴിഞ്ഞാൽ ആരും ഈ വഴി തിരിഞ്ഞു നോക്കാറില്ല. വേമ്പാറ നിവാസികളുടെ ആ രോഷ പ്രതികരണം കൂടി ഞങ്ങൾ ജനപ്രതിനിധികളുടെ ശ്രദ്ധയ്ക്കായി കാണിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ ഒരു ഏരിയ ഉണ്ടെന്ന് നമ്മുടെ സർക്കാരിന് ഇതുവരെ അറിയത്തില്ല. പഞ്ചായത്തിലെ മെമ്പറാകട്ടെ മറ്റാർക്കും ഇതുവരെ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് അവർക്ക് അറിയത്തില്ല. അറിയാവുന്ന രീതിയിൽ അവർ ഇന്ന് വരെ ഞങ്ങളോട് ഇടപെട്ടിട്ടില്ല. MLA-ക്കും അറിയത്തില്ല, മെമ്പറിനും അറിയത്തില്ല, പ്രസിഡന്റിനും അറിയത്തില്ല, ആർക്കും അറിയത്തില്ല. ഗുരുമന്ദിരം കഴിഞ്ഞ് ഇത്രയും പാറയുണ്ടെന്ന് ഇവിടെ കുറേ പാവങ്ങൾ ജീവിക്കുന്നുണ്ടെന്നും അവർക്കറിയത്തില്ല. എന്നും ഞങ്ങൾ പൈസ കൊടുത്താൽ വെള്ളം വാങ്ങിക്കുന്നത്. ഇവിടെ താഴെ ഒരു പൈപ്പുള്ളത് വരെ പൊട്ടിച്ചിട്ടിരിക്കുക. അത് ഉത്തരവാദപ്പെട്ട ആരും അത് നോക്കാനോ എടുക്കാനോ ഒന്നുമില്ല. ഈ പാറയിലുള്ളവരെല്ലാം അങ്ങേറ്റത്തങ്ങാണ്ടി ഒന്ന് അഴുക്ക് വെള്ളം കോരിക്കൊണ്ടുവന്ന് കുടിക്കുക. ഇവിടെ കാലാകാലങ്ങളായി മാറിയ രാഷ്ട്രീയ പ്രവർത്തകർ ഇലക്ഷൻ അനുബന്ധിച്ച് ഇങ്ങോട്ടൊന്ന് വരിക, 10 ആൾക്കാരോട് സഹകരിച്ച് ഒരു ഇലക്ഷൻ ബേസ് നടത്തുക. അവർക്ക് അവരുടെ സ്ഥാനമോഹങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ പിന്നെ ഈ പാറഭാഗത്തുള്ള 180-ൽ പരം വീടുകളിലുള്ള ആൾക്കാരെ പിന്നെ അവർ മനഃപൂർവ്വം ആഹ്വാനിക്കുന്ന ഒരു സ്ഥലമാണ്, വകുപ്പാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഒരു പദ്ധതി ആലോചിച്ചിട്ടുണ്ട്. ഞങ്ങൾ ആ രീതി മുമ്പോട്ട് നീങ്ങും. വെള്ളം ആവശ്യമാണല്ലോ. ഇലക്ഷൻ വരുന്ന എല്ലാ പാർട്ടിയിലെ സ്ഥാനാർത്ഥികളും വീടുകളിൽ കയറി ഇറങ്ങി അവർ പിന്നെ നമ്മുടെ ഒപ്പം നമ്മുടെ എല്ലാ കാര്യത്തിനും അവരുണ്ട്. അവർ പിന്നെ വീടുകളിൽ നിന്ന് മാറത്തില്ല, ഇലക്ഷൻ സമയത്ത് മാത്രം. അത് കഴിഞ്ഞ് അവർ ജയിക്കുകയോ തോക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഈ പ്രദേശത്തോട്ട് കയറി വരുവോ ഈ പ്രദേശത്ത് നോക്കുവോ ഇങ്ങനെ ഒരു മനുഷ്യർ ഇവിടെ ജീവിക്കുന്നില്ല എന്നുള്ളത് അവരുടെ പറച്ചിൽ. അടുത്ത ഇലക്ഷൻ വരുവാ. സിറ്റി ന്യൂസ്, റാന്നി. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് റാന്നി ഡിവിഷന്റെയും റാന്നി ഫയർ ആൻഡ് റെസ്ക്യൂ യൂണിറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കാട്ടുതീ തടയൽ എന്ന വിഷയത്തിൽ റാന്നി വനവികാസ ഏജൻസി കോൺഫറൻസ് ഹാളിൽ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. വിവിധ വിഭാഗങ്ങളിൽ നിന്നായി 60 അംഗങ്ങൾ പങ്കെടുത്തു. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് റാന്നി ഡിവിഷന്റെയും റാന്നി ഫയർ ആൻഡ് റെസ്ക്യൂ യൂണിറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കാട്ടുതീ തടയൽ എന്ന വിഷയത്തിൽ റാന്നി വനവികസന ഏജൻസി കോൺഫറൻസ് ഹാളിൽ 2 ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. റാന്നി ഫയർഫോഴ്സ് സ്റ്റേഷൻ ഓഫീസർ ജോസഫ്, റാന്നി ഫോറസ്റ്റ് ഓഫീസ് അസിസ്റ്റന്റ് കൺസർവേറ്റർ അനിൽകുമാർ തുടങ്ങിയവർ പരിശീലന പരിപാടിയിൽ ക്ലാസുകൾ നയിച്ചു. മണ്ണിന്റെ ഫലഭൂയിഷ്ഠത നഷ്ടപ്പെടാനും പിന്നെ ദൂരവ്യാപകമായ വേറൊരവസ്ഥയുണ്ട്. അത് നദികളിലെത്തും. ആ മണ്ണെല്ലാം നദികളിൽ എത്തിക്കഴിഞ്ഞാൽ നദികളുടെ അല്ലെ മഴയ്ക്കൊക്കെ എന്തെങ്കിലും വ്യത്യാസം വരുമോ? വെള്ളത്തെ സംബന്ധിച്ച് നമ്മൾ പറയുക കാടുകളാണ് മഴ കൂടുതൽ പെയ്യിക്കുക എന്നാണ് പറയുക. അപ്പം കാടുകൾ നഷ്ടപ്പെടുന്നതനുസരിച്ച് മഴയുടെ ലഭ്യത കുറയും. ഒത്തിരി നല്ല രീതിയിൽ മഴയുടെ ലഭ്യത കുറയും. അതല്ലാതെ വെള്ളത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. വെള്ളത്തിൻ്റെ ലെവല് ആ കാട്ടിൽ തന്നെ വെള്ളത്തിൻ്റെ ലെവല് ചൂട് കൂടി താന്നു പോകാനും സാധ്യതയുണ്ട്. പിന്നെ വരും കാലങ്ങളിൽ വെള്ളത്തിൻ്റെ ലഭ്യത കുറയാൻ നല്ല രീതിയിലുള്ള ഒരു തീപിടുത്തം, ഒരു വനത്തിലുണ്ടാകുന്ന നല്ല രീതിയിലുള്ള തീപിടുത്തത്തിന് അങ്ങനെ ഒരു സാധ്യതയുണ്ട്. ഇനി അവിടെയുള്ള സസ്യ
സസ്യങ്ങളും പിന്നെ മൃഗങ്ങളുടെയും ജൈവ വൈവിധ്യം, അതിൻ്റെ നാശം. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ പറയുക? മരങ്ങൾ ചില അപൂർവ മരുന്ന് സസ്യങ്ങൾ ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകാം, പിന്നീട് ഒരിക്കലും കിളിർത്ത് വരാത്ത രീതിയിൽ നഷ്ടപ്പെട്ടു പോകാം. അതുപോലെ മരങ്ങൾക്ക് നാശം ഉണ്ടാകാം. ഇങ്ങനെ കത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മരം നമുക്ക് ഒരു രീതിയിലും പിന്നീട് ഉപയോഗിക്കാൻ പറ്റില്ല. വെറുതെ മരങ്ങൾ നശിപ്പിക്കുക. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ, ഫോറസ്റ്റ് വാച്ചർമാർ, വനസംരക്ഷണ സമിതി അംഗങ്ങൾ, സെൽ വാച്ചർമാർ തുടങ്ങിയവർ പരിശീലന പരിപാടിയിൽ പങ്കാളികളായി. കാട്ടുതീ ഉണ്ടാകുന്നത് എങ്ങനെയെല്ലാം, അവ തടയുവാനുള്ള മാർഗങ്ങൾ, സുരക്ഷാ മുൻകരുതലുകൾ തുടങ്ങിയവയെല്ലാം പരിശീലന പരിപാടിയിൽ ചർച്ചാ വിഷയമായി. 60 അംഗങ്ങൾ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു. പരിശീലന ക്ലാസിനെ കുറിച്ച് റാന്നി ഫോറസ്റ്റ് PFM ഡിവിഷണൽ കോർഡിനേറ്റർ ഗോപിനാഥൻ പിള്ള വിശദീകരിച്ചു. ഫയർ ആൻഡ് റെസ്ക്യൂ, തീയിൽ നിന്ന് വനത്തെ സംരക്ഷിക്കുക, അങ്ങനെ നാട്ടിലായാലും മറ്റു രീതിയിൽ തീ ഉണ്ടാകുന്ന മറ്റ് അപകടങ്ങൾ എങ്ങനെ രക്ഷപ്പെടുത്തണം, എങ്ങനെ അപകടങ്ങൾ ഒഴിവാക്കണം, എങ്ങനെ കാട്ടുതീ ഒഴിവാക്കണം എന്നുള്ള വിഷയങ്ങളെല്ലാമായിട്ട് ഫയർ ആൻഡ് റെസ്ക്യൂ ഫോഴ്സിൻ്റെയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ചേർന്ന് നടന്ന 2 ദിവസം പരിശീലന പരിപാടി. കേരള സർക്കാർ നിയമിച്ചിട്ടുള്ള ട്രൈബൽ വാച്ചർമാർ, റാന്നി ഡിവിഷൻ നിയമിച്ചിട്ടുള്ള ട്രൈബൽ വാച്ചർമാർക്ക് വനസംരക്ഷണം, പങ്കാളിത്ത വനപരിപാലനം, അതുപോലെ തന്നെ ഇക്കോ ടൂറിസം, പ്രകൃതി സംരക്ഷണം, പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം തുടങ്ങിയ വിഷയങ്ങളിൽ സമഗ്രമായ 2 ദിവസത്തെ ട്രെയിനിങ് നാളെയും മറ്റന്നാളുമായിട്ട് ലാഹ ഫോറസ്റ്റ് സ്റ്റേഷനിൽ വെച്ച് ഈ ട്രൈബൽ വാച്ചർമാർക്ക് നൽകുന്നതാണ്. വനസംരക്ഷണം, പങ്കാളിത്ത വനപരിപാലനം തുടങ്ങിയ വിഷയങ്ങളിൽ വടശ്ശേരിക്കര ഗ്രൂഡിക്കൽ റേഞ്ച് ഓഫീസുകളിലും പരിശീലന ക്ലാസുകൾ സംഘടിപ്പിക്കുമെന്ന് വനം വകുപ്പ് അധികൃതർ അറിയിച്ചു. സിറ്റി ന്യൂസ്, റാന്നി. ഇട്ടിയപ്പാറ സെന്റ് തോമസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ 39ാമത് വാർഷികവും രക്ഷകർതൃ സമ്മേളനവും വെള്ളിയാഴ്ച വൈകിട്ട് 5 മണി മുതൽ YMCA ഹാളിൽ നടക്കും. KPSC ബോർഡ് സംസ്ഥാന അടിസ്ഥാനത്തിൽ നടത്തിയ മത്സര പരീക്ഷയിൽ അവാർഡുകൾ നേടിയ വിദ്യാർത്ഥികളെയും ജില്ലാ കലോത്സവത്തിലും സംസ്ഥാന തലത്തിലും 1ാം സ്ഥാനം കരസ്ഥമാക്കിയ പൂർവ്വ വിദ്യാർത്ഥികളെയും സമ്മേളനത്തിൽ അനുമോദിക്കും. ഒരു ഇടവേള കൂടി. Trine Suites, the lake-facing 48 super deluxe fully furnished apartments with world-class amenities. Located at most serene location in Arur at Kochi, facing Vembanad Lake. Call 9349892210, 9349383837. വാർത്തകൾ തുടരുന്നു. റാന്നി പോലീസ് സ്റ്റേഷൻ പരിസരത്ത് കൂട്ടിയിട്ടിരിക്കുന്ന വാഹനങ്ങൾ തുരുമ്പെടുത്ത് നശിക്കുന്നു. വിവിധ കേസുകളിൽപ്പെട്ട കസ്റ്റഡിയിലെടുത്ത വാഹനങ്ങളാണ് കേസിന് തീർപ്പുണ്ടാകാത്തത് കാരണം പോലീസ് സ്റ്റേഷൻ പരിസരത്ത് കൂട്ടിയിട്ടിരിക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന വാഹനങ്ങൾ തുരുമ്പെടുത്ത് നശിക്കുന്നു. റാന്നി പോലീസ് സ്റ്റേഷൻ പരിസരത്താണ് വിവിധ കേസുകളിൽ കസ്റ്റഡിയിലെടുത്ത വാഹനങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നത്. പലതിനും നടപടികളാകാത്തതുകൊണ്ട് അവയൊന്നും ലേലത്തിൽ ഉൽപ്പന്നം നടത്തി സർക്കാരിലേക്ക് മുതൽ കൂട്ടുവാനും കഴിയുന്നില്ല. വിവിധ കേസുകളിൽപ്പെട്ട വാഹനങ്ങളും മതിയായ രേഖകളില്ലാതെ പിടിച്ചെടുക്കപ്പെട്ട നിരവധി വാഹനങ്ങളുമാണ് കാടുകയറി മൂടിയും തുരുമ്പെടുത്ത് നശിച്ചുകൊണ്ടിരിക്കുന്നത്. കാർ, ഓട്ടോറിക്ഷകൾ, മിനി ലോറികൾ, ബൈക്കുകൾ, സ്കൂട്ടറുകൾ, പെട്ടി ഓട്ടോറിക്ഷകൾ അടക്കം നിരവധി വാഹനങ്ങളാണ് ഇത്തരത്തിൽ നശിക്കുന്നത്. പോലീസ് സ്റ്റേഷന്റെ മുറ്റത്തും സ്റ്റേഷന്റെ മുമ്പിൽ പുനലൂർ മൂമാറ്റുപുഴ റോഡിലും ഗസ്റ്റ് ഹൌസ് റോഡ് തുടങ്ങിയ സ്ഥലങ്ങളിലുമാണ് വാഹനങ്ങളുടെ ശവപ്പറമ്പ്. റാന്നി പോലീസ് സ്റ്റേഷന് പൊതുവെ സ്ഥലപരിമിതിയുണ്ട്. സ്റ്റേഷനിലെ വാഹനങ്ങളും സിവിൽ പോലീസ് ഓഫീസർമാരും മറ്റുപയോഗിക്കുന്ന സ്വകാര്യ വാഹനങ്ങളും പിന്നെ സ്റ്റേഷനിൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നവരുടെ വാഹനങ്ങളും കൂടിയാകുമ്പോൾ സ്റ്റേഷനിൽ സൌകര്യം വലിയൊരു പ്രശ്നമായി നിലനിൽക്കുമ്പോഴാണ് വിവിധ കേസുകളിൽ പിടിക്കപ്പെട്ട വാഹനങ്ങളും നടപടി കാത്തു കിടക്കുന്നത്. പുതിയ പോലീസ് സ്റ്റേഷന്റെ കെട്ടിടം പണി ആരംഭിച്ചപ്പോൾ സ്റ്റേഷന്റെ മുറ്റത്ത് കിടന്ന വാഹനങ്ങളെല്ലാം JCB ഉപയോഗിച്ച് വിവിധ സ്ഥലങ്ങളിലായി മാറ്റിയിട്ടിരുന്നു. കെട്ടിടം പണികളുടെ ആവശ്യത്തിന് മണ്ണെടുത്തപ്പോൾ കുറെ ചെറിയ വാഹനങ്ങൾ മണ്ണാൽ മൂടപ്പെട്ടിരുന്നു. ഇവയെല്ലാം മണ്ണിനടിയിൽ കിടന്ന് തുരുമ്പെടുത്ത് നശിക്കുകയാണ്. ഒട്ടുമിക്ക വാഹനങ്ങളും പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയാത്ത വിധം വള്ളിപ്പടർപ്പുകളാൽ മൂടിയിരിക്കുകയുമാണ്. പലതിന്റെയും കേസുകൾ അനിശ്ചിതമായി നീളുന്നതാണ് മുഖ്യ പ്രശ്നം. ലേലം ചെയ്ത് വിൽക്കാമെന്ന് കരുതിയാൽ പോലും ഇപ്പോഴത്തെ അവസ്ഥയിൽ കിടക്കുന്ന ഈ വാഹനങ്ങളൊന്നും തന്നെ ലേലത്തിൽ കൊള്ളാൻ ആളെ കിട്ടുന്ന കാര്യം സംശയമാണ്. എന്തായാലും ഈ വാഹനങ്ങളൊക്കെ പൊതുജനങ്ങൾക്കും റാന്നി പോലീസ് സ്റ്റേഷനും ഒരു ബാധ്യതയായി മാറുകയാണ്. സിറ്റി ന്യൂസ്, റാന്നി. റാന്നി താലൂക്ക് ആശുപത്രിയിലെ സെക്കൻഡറി പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെയും റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ മെഡിക്കൽ ഓഫീസർ നാഷണൽ ഹെൽത്ത് മിഷൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ റാന്നി ബ്ലോക്കിലെ എല്ലാ ആരോഗ്യ പ്രവർത്തകർക്കും കിടപ്പിലായ രോഗികളുടെ പരിചാരകർക്കും വേണ്ടി 27-ന് വെള്ളിയാഴ്ച രാവിലെ 10:30 റാന്നി സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സാന്ത്വന സംഗമം എന്ന പേരിൽ ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കും. റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ അലക്സ് ഉദ്ഘാടനം നിർവഹിക്കും. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധിയിൽ അംഗങ്ങളായവർക്ക് മാർച്ച് 31 വരെ കുടിശ്ശിക അടയ്ക്കാം. ക്ഷേമനിധി വിഹിതം അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയതും ഒരു തവണയെങ്കിലും തൊഴിലാളി വിഹിതം അടച്ച് അംഗമായി രജിസ്റ്റർ ചെയ്തതുമായ മുഴുവൻ തൊഴിലാളികൾക്കും കാലാവധി കണക്കാക്കാതെ കുടിശ്ശിക അടയ്ക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0468 2320 158 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം.
നിര്യാതരായി. റാന്നി വൈക്കം പാറാനിക്കൽ പരേതനായ ഡോക്ടർ PT ഫിലിപ്പിന്റെ ഭാര്യയും റാന്നി സെന്റ് തോമസ് ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസുമായിരുന്ന മറിയാമ്മ ചാക്കോ നിര്യാതയായി. 67 വയസ്സായിരുന്നു. പരേത റാന്നി മേപ്പാരത്തിൽ കുടുംബാംഗമാണ്. ടോംസി, ടെസി, ടെന്നി എന്നിവർ മക്കളും രഞ്ജു, ജോസ് ജേക്കബ്, ഷെറിയ എന്നിവർ മരുമക്കളുമാണ്. അഞ്ചുകുഴി പെരുന്തോട്ടത്തിൽ പുത്തൻപുരയ്ക്കൽ രാജീവ് നിര്യാതനായി. 49 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച ഉച്ചയ്ക്ക് വീട്ടുവളപ്പിൽ നടക്കും. ശ്രീജയാണ് ഭാര്യ. പ്രധാന വാർത്തകൾ വീണ്ടും. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതിപക്ഷ നേതാവായ VS അച്യുതാനന്ദന്റെ നിലപാടിനോട് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന് എന്താണ് പറയാനുള്ളതെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. അക്രമികളെയും സാമൂഹ്യവിരുദ്ധരെയും ഗുണ്ടാമാഫിയകളെയും അമർച്ച ചെയ്യാൻ ആഭ്യന്തര വകുപ്പിന്റെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ സുരക്ഷാ പദ്ധതിക്ക് തുടക്കമായി. ഓപ്പറേഷൻ കുബേരയുടെ വിജയമാണ് ഈ പദ്ധതിയിലേക്ക് നയിച്ചതെന്ന് ആഭ്യന്തരമന്ത്രി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ദേശീയ ട്രേഡ് യൂണിയനുകളുടെ സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി റാന്നി പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടന്നു. BMS ജില്ലാ പ്രസിഡന്റ് S. സതീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. റാന്നി കരികുളം പ്രദേശത്ത് കുടിവെള്ളക്ഷാമം അതിരൂക്ഷം. പ്രദേശവാസികൾ നെട്ടോട്ടത്തിൽ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.